ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെറ്റും ശരിയും മനസ്സിലാക്കാതെ ആരെയും ഇങ്ങനെ ഉപദ്രവിക്കരുത്. അനിയത്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം എത്രയാന്ന് നിങ്ങൾക്ക് അറിയോ? തമ്പാനെ അണ്ണാ സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിക്കുന്നുണ്ടണ്ണാ. പൊട്ടിക്കണ അല്ലെങ്കിൽ വേണ്ട, അണ്ണൻ തന്നെ പൊട്ടിച്ചോ. അതായിരിക്കും ലക്ഷ്മി മോൾക്ക് കൂടുതൽ ഇഷ്ടം. അരുത്, ഞങ്ങളെ കൊല്ലരുത്. തടയേണ്ട അനുപേട്ട, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. നീ വന്നോ? ഇവന്മാരിപ്പോ പൊട്ടിത്തെറിച്ച് തീർന്നേനെ. മധു, നിന്റെ സഹോദരിയെ കൊന്നത് അനുപേട്ടനല്ല. എല്ലാ സത്യങ്ങളും ഇവൻ പറയും. പറടാ. അനുപേട്ടനെ ടിപ്പറിച്ച് കൊല്ലാൻ നോക്കിയത് ദൈവനാ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനുപേട്ടന് പറ്റിയൊരു അപകടം മാത്രം നിങ്ങളുടെ സഹോദരിയുടെ മരണം. എല്ലാം തെളിയിക്കുന്ന CCTV വിഷ്വൽസ് എന്റെ മൊബൈലിലുണ്ട്. എനിക്കൊന്നും കാണണ്ട. ഇവരെ അഴിച്ചുവിട് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവനെ മുന്നിൽ നിർത്തി പുതിയ കള്ളക്കഥ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഇവന്മാരെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള നിന്റെ അടവും അഭ്യാസവും ഇനി നടക്കില്ല. ഇനി നിങ്ങൾ എന്ത് കള്ളക്കഥ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. ഇവന്മാരെ രണ്ടിനെ ഞാനിപ്പോ പൊട്ടിച്ച് തീർക്കാൻ പോവാ. നോക്ക്, നല്ല ഒന്നാം തരം ടൈം ബോംബാ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിതിൽ വിരലൊന്ന് അമർത്തിയാ മതി. തമ്പാനെ അണ്ണാ പൊട്ടിക്കടാ. വേണ്ട, അരുത്. ഞാൻ പറയുന്നത് സത്യമാ. ഇവരെ കൊല്ലരുത്. മാറിക്കടി, അല്ലെങ്കിൽ നിന്നെയും ചേർത്ത് ഇപ്പൊ പൊട്ടിക്കും. പ്ലീസ്. അവനെ കൂടെ പിടിച്ച് കെട്ടടാ. അയ്യോ വേണ്ട. പ്ലീസ് സച്ചേട്ടൊന്നും ചെയ്യല്ലേ പ്ലീസ്. ഞാൻ പറയുന്നില്ല സത്യോ. നീ എന്നെ കൊന്നാലും ഞാൻ ഇവരെ കൊണ്ടേ പോവൂ. നിന്നെ ഞാൻ ഇവരുടെ കൂടെ പരലോകത്തേക്ക് വിടാൻ പോവാ. ഇവനെയും കൂടി പിടിച്ചു കെട്ടി പൊട്ടിക്കടാ. വാക്ക് തെറ്റിക്കുന്നവൻ പൊട്ടിത്തെറിക്കണം. അനങ്ങരുത് നീ. കേട്ടാ, നിങ്ങൾ എന്തേ കാണിക്കുന്നു? മഹാഭാവം ചെയ്യരുത്. ഗർഭിണിയായ തന്റെ സഹോദരി കൊല്ലപ്പെട്ടതിന് പകരം വേണമെങ്കിൽ ഗർഭിണിയായ എന്നെ നീ കൊന്നോ. എന്നിട്ട് ഇവരെല്ലാം വിട്ടേക്ക്. നിന്റെ സഹോദരി പോലൊരു പെണ്ണല്ലേ ഞാനും. ഈ അവസ്ഥയില് എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുക, അനുപേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ടിപ്പർ ഗണേശ് അനുപേട്ടനെ ടിപ്പറടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റൊരു അബദ്ധം ലക്ഷ്മിയുടെ മരണം. എന്റെ കുഞ്ഞ് ഞാൻ ഈ പറയുന്ന കേൾക്കുന്നുണ്ടാവും. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ അതിന്റെ ദോഷം എന്റെ കുഞ്ഞിന് കിട്ടിക്കോട്ടെ. എന്റെ കുഞ്ഞിന് ദോഷം വരുന്ന ഒരു കള്ളം ഞാൻ പറയൂ. ദയവ് ചെയ്ത് ഇവരെ മൂന്നുപേരെയും വെറുതെ വിടണം. അവർക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ.
മധു, അവരെയൊന്നും ചെയ്യരുത്. അർച്ചന പറഞ്ഞതെല്ലാം സത്യമാണ്. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അനൂപ് ഇതില് മനഃപൂർവ്വം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തെറ്റുപറ്റിയത് നിനക്കാ. മധു, ഗർഭിണിയായ തന്റെ അനിയത്തി മരിച്ചതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ഞാൻ തന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. തന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. തമ്പാനെ അഴിച്ചോട്. അനുപേട്ടാ, ചേട്ടാ, അർച്ചനെ, തെറ്റുപറ്റിയതില് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ ഇവരെ കൊണ്ടുപോയിക്കോ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല. തെറ്റും ശരിയും മനസ്സിലാക്കാതെ ആരെയും ഇങ്ങനെ ഉപദ്രവിക്കരുത്. അനിയത്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം എത്രയാന്ന് നിങ്ങൾക്കറിയോ? അതൊന്നും ഇനി പഴയ പോലെ തിരിച്ചാവില്ല. ഇനിയെങ്കിലും ഇതുപോലെ ആരും ഉപദ്രവിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. സച്ചേട്ടാ വാ, അനുപേട്ടാ നമുക്ക് പോവാം. ധനുഷ, വാ. തമ്പാനെ, എടാ നീ ഞങ്ങളുടെ പെങ്ങളെ എടാ